ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 1-ൽ ചാപ്റ്റർ 3-ൽ വരുന്ന ചാപ്റ്ററാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേർ തമ്മിൽ ആശയവിനിമയം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പറയുന്നത് ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ഇങ്ങനെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമുക്കെങ്ങനെ ഓവർകം ചെയ്യണം, ഹൗ ടു ഓവർകം ദീസ് ബാരിയേഴ്സ്. ഒരു 6 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂസ് സിമ്പിൾ ക്ലിയർ ലാംഗ്വേജ്. മറ്റേയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുക, അതേപോലെ വളരെ സിമ്പിളും ആയിരിക്കുക. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടായിരിക്കും നമ്മൾ മെയിനായിട്ടുള്ള പറയേണ്ട കാര്യത്തിലേക്ക് കടക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സിമ്പിളായിരിക്കണം, ക്ലിയർ ലാംഗ്വേജ് ആയിരിക്കണം, മറ്റേയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുക. അടുത്തതെന്ന് പറയുന്നത് എൻഷുവർ പ്രോപ്പർ ഫീഡ്ബാക്ക്. നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഫീഡ്ബാക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുക, അല്ല പോസിറ്റീവാകാം. നെഗറ്റീവാണെങ്കിൽ ഇനി എന്ത് നമ്മൾ ഇപ്പോൾ അയച്ച പോലെ അല്ല അയാൾക്ക് മെസ്സേജ് അയക്കേണ്ടതെന്ന് മനസ്സിലായി, വേറെ രീതിയിലായിരിക്കണം എന്നുള്ളത് അവിടെ കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മെസ്സേജ് അയാൾക്ക് അല്ല ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും, ആദ്യം ഉണ്ടായ തെറ്റ് തിരുത്തിയിട്ടായിരിക്കും മെസ്സേജ് പാസ് ചെയ്യുക. അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് തടസ്സങ്ങൾ, നമുക്ക് ഉണ്ടായ തടസ്സങ്ങൾ ഇനി അടുത്ത കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകാതിരിക്കാനുള്ള സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത ഇതാണ് ബി അവെയർ ഓഫ് ബോഡി ലാംഗ്വേജ് ആൻഡ് ടോൺ. നല്ല ബോഡി ലാംഗ്വേജോട് കൂടിയിട്ട് സംസാരിക്കുക. താല്പര്യമില്ലാത്ത രീതിയിൽ നമ്മൾ ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ആ ബോഡി ലാംഗ്വേജും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള ബാരിയേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് പ്രൊമോട്ട് ആക്റ്റീവ് ലിസണിങ്. മറ്റേയാൾ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധയോട് കേട്ടതിന് ശേഷം മാത്രം അതിന് റിപ്ലൈ കൊടുക്കുക. അല്ലാതെ ആൾ തീരുന്നതിനും മുമ്പേ തന്നെ ഇടയിൽ കയറി സംസാരിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. ആക്റ്റീവായിക്കൊണ്ട് ലിസൺ ചെയ്യുക. ആദ്യം സെൻറ്റർക്ക് എന്താണോ പറയാനുള്ള കാര്യം അത് ലിസൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കുക, നല്ല റിപ്ലൈ കൊടുക്കുക. അല്ലാതെ പറഞ്ഞ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ ഇടയ്ക്ക് കയറിയെന്ന് കൊടുക്കാതെ ആക്റ്റീവായി ലിസൺ ചെയ്യുക. അടുത്തത് യൂസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പല തടസ്സങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം, ഏത് മീഡിയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഏത് ടെക്നോളജിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇൻഫർമേഷൻ. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ഏരിയാസ് ഒന്നുമല്ല, അഡ്വാൻസ് ആയിട്ടുള്ള ഏരിയകളിലൊന്നല്ല നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയായിരിക്കും ഒരിക്കലും നമുക്ക് മെസ്സേജ് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് പല ഇൻഫർമേഷനും ലഭിക്കാത്തൊരവസ്ഥ അവിടെ ഉണ്ടാവും, പല തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാൾ മറ്റൊരാളായിട്ട് മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഇടയിൽ ഉപയോഗിക്കുന്ന ആ ടൂൾ, ഡിവൈസ് കറക്റ്റായിരിക്കണം, എന്നാൽ മാത്രം മെസ്സേജ് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ സെലക്ട് ചെയ്യുക. അടുത്തത് അണ്ടർസ്റ്റാൻഡ് ദ റിസീവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പെർസ്പെക്റ്റീവ്. അപ്പം ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് പല ഓഫറുകളും ഡിസ്കൗണ്ടുകളും സംബന്ധിച്ച ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെല്ലാം ഓക്കെയാണ്, എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ഒരിക്കലും എന്ന് വിചാരിച്ച് അപ്പുറത്ത് നിൽക്കുന്ന കസ്റ്റമറും അതേപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും കസ്റ്റമർ ഉണ്ടാവുക, അല്ലെങ്കിൽ പല തിരക്കുകളിലായിരിക്കും കസ്റ്റമർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവർ ആ മെസ്സേജ് കിട്ടുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ടും പേഴ്സ്പെക്റ്റീവ്, അവരുടെ ആ ഒരു ചുറ്റുപാടും ആ ഒരു ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. അല്ലാതെ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ മെസ്സേജ് പാസ് ചെയ്താൽ ഒരിക്കലും കസ്റ്റമർ അത് ആക്റ്റീവായിരിക്കുന്ന സമയമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അയക്കുന്ന ആൾ എപ്പോഴും റിസീവറുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സെൻഡർ എപ്പോഴും മെസ്സേജ് അയക്കുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അല്ലെ കമ്മ്യൂണിക്കേഷൻ്റെ തടസ്സങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.